പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. ആ യുദ്ധം പല രീതിയിലേക്കും പല ഭാവത്തിലേക്കും പല രൂപത്തിലേക്കും മാറി മാറി കടന്നുപോയി. ഇപ്പോഴത്തെ ലെബനിൽ ഹിബ്ദുള്ള എന്ന സംഘടനയും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ. ആ സംഘടന രാഷ്ട്രീയ തീവ്രവാദ സംഘടനയാണ്. ആ സംഘടനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ അത്യാധുനികപരമായ ആയുധങ്ങൾ പ്രയോഗിച്ചു. ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലൂടെ ഇസ്രായേൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ യുദ്ധ മുറകൾ നടത്തും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടുത്തെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെയും സെൽഫോണുകളെല്ലാം തന്നെയും പിൻവലിച്ചു. എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന സെൽഫോണുകൾ നശിപ്പിച്ചു. എന്നാൽ അതിന് പകരം അവിടെ കൊടുത്തത് സെൽഫോണിന്റെ ആദ്യ ഇനമായ പേജറാണ്. ഇപ്പോഴത്തെ പേജറിലൂടെ യുദ്ധം നടത്തിയിരിക്കുന്നു. ഒരേ സമയം 3000-3000-3000-ലധികം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അത്ര സൂക്ഷ്മമായ രീതിയിലാണ് ഇസ്രായേലിന്റെ യുദ്ധമുറകൾ. ആധുനിക ഉപകരണങ്ങൾ, ആധുനിക ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിസൂക്ഷ്മമായ യുദ്ധമുറകൾ. ആ യുദ്ധമുറകളാണ് 3000 പേജർ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത്. അപ്പൊ അത്രയധികം യുദ്ധരംഗത്ത്, പ്രതിരോധ രംഗത്ത് ഇസ്രായേൽ വളരെ മുന്നിൽ പോയിരിക്കുന്നു. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമുള്ള വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പേജറിനെ പൊട്ടിത്തെറിപ്പിക്കത്തക്ക നിലയിലുള്ള അതിസൂക്ഷ്മമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച പേജർ. ആ പേജറിന്റെ ഉള്ളിൽ വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി 1 ഗ്രാമോ അതിലധികമോ വരുന്ന, അതായത് തുച്ഛമായ വളരെ ചെറിയ അളവിൽ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പേജറിനെ പൊട്ടിത്തെറിപ്പിച്ചത്. അതിലൂടെ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. 3000-ഓളം പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. പലർക്കും പല അവയവങ്ങൾ, കൈകൾ നഷ്ടപ്പെട്ടവർ, കാലുകൾ നഷ്ടപ്പെട്ടവർ, കണ്ണ് നഷ്ടപ്പെട്ടവർ, അങ്ങനെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ഈ പേജർ സ്ഫോടനത്തിലൂടെ നഷ്ടപ്പെട്ടു. ഒരു സ്ഥാനപതിയുടെ കണ്ണുകൾ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു യുദ്ധം തുടങ്ങിയാൽ ആ യുദ്ധം കൊണ്ടുള്ള കെടുതികൾ, ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഇരുഭാഗത്തുമുള്ള ജനങ്ങൾക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആര് യുദ്ധരംഗത്ത് നിന്നാലും ആ യുദ്ധരംഗത്ത് നിൽക്കുന്നവർ എന്ത് മാർഗവും ഉപയോഗിച്ച്, ഏത് മാർഗവും സ്വീകരിച്ച് എതിരാളികളെ തകർക്കാനും ഇല്ലാതാക്കാനും തങ്ങൾക്ക് ജയിക്കാനും വേണ്ടുന്ന എല്ലാവിധ കൗശലങ്ങളും അടവുകളും തന്ത്രങ്ങളും പ്രയോഗിക്കും. അതിന്റെ ഫലമായി യുദ്ധരംഗത്ത് നിൽക്കുന്നവർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ വരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. മാത്രമല്ല, അവിടുത്തെ സാമ്പത്തിക ഭദ്രത തകരുന്നു. അവിടുത്തെ ഉൽപ്പന്നങ്ങളിൽ വളരെയധികം കുറവ് വരുന്നു. ലോക വിപണിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനോ ലോക വിപണിയിൽ നിന്നോ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വരുത്താനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികൾ സാധാരണ നിലയിൽ, സാധാരണ യുദ്ധത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ തന്നെ 10 വർഷമെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതേസമയം ഇതുപോലുള്ള യുദ്ധങ്ങൾ, ചില യുദ്ധമുറകൾ
എത്ര പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും അതിന്റെ ബാക്കിപത്രം അവിടെ നിലനിൽക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകൾ. അവിടെ ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കെ ശ്രമിച്ചിട്ടും ഈ യുദ്ധം പൂർണ്ണമായും ഇത് ഇല്ലാതാക്കാൻ ഒരു സംഘടനയ്ക്ക് കഴിയുന്നില്ല. ഇത് മനുഷ്യകുരുതിയാണ്. മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഈ യുദ്ധം അടിയന്തരമായി നിർത്തുന്നതിന് അടിയന്തരമായി ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകൾ ഇടപെട്ട് ഇരുകൂട്ടരെയും വിളിച്ച് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ ഇന്ത്യയും മുൻകൈയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.